ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരൽമീൻ കറിയാണ് വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി അടുപ്പിലേക്ക് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് ഉലുവയാണ്. ഉലുവ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് വരുന്നത് കേട്ടോ. ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വാടി തുടങ്ങുമ്പോൾ ഞാനിതിലേക്ക് ഒരു 2 പച്ചമുളക് കീറിയതോടെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയ ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പൊടികളോട് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ എരിവിന് ആവശ്യമായ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഇനി ഞാൻ അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് തിള വരാനായിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. തേങ്ങയിലേക്ക് 2 ചെറിയുള്ളിയോട് ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഞാനിതൊന്ന് അരച്ചെടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതുവരെ ഞാനിതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കില്ല. അപ്പോൾ കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച ശേഷം ഒന്ന് തിള വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കറിയെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മീനെല്ലാം നന്നായി വെന്ത് കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ പരൽമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബായ്.